പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകളുടെ നേട്ടം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 2 ആയത്തുകൾ സ്വർഗത്തിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നുള്ള നിധികളായി അള്ളാഹു പരിചയപ്പെടുത്തിയതാണ് എന്ന്. ഇതെന്റെ വകയല്ല, ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാൻ പറ്റും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാൻ എന്നിട്ട് നിസ്കരിക്കാൻ നോമ്പനുഷ്ഠിക്കുകയോ ഒന്നും ചെയ്യേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞു. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, റബ്ബേ എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ. അതിന് വിവരമില്ലായ്മ എന്നാണ് അതിന് പറയാം. മുമ്പ് ജഹ്ല് മുറക്കബ് എന്ന് പറയും. എന്ത് ചെയ്യുക, വിവരമില്ലായ്മ ഇങ്ങനെ കൂടിക്കിടക്കുക, എന്ത് പറഞ്ഞാലും നെഗറ്റീവായി ചിന്തിക്കുന്ന ചില ആളുകൾ ചെയ്യും. ഒരാൾ പോയപ്പോൾ ഞങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞാൽ ചങ്ങായി എന്ത് മനുഷ്യനാണ് എന്നല്ല ചോദിച്ചത്. നിമിതങ്ങൾ എന്താ പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗവാസിയെ കാണാൻ ആഗ്രഹമുണ്ടോ, സ്വർഗത്തിൻ്റെ അഹലുകാരനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ നോക്കിക്കോളാൻ പറഞ്ഞു. ആ പോയ ആള് സ്വർഗത്തിന്റെ അഖിലുകാരനാണ്. കാരണം എന്തേ, ഇനി പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ കഴിവിൻ്റെ പരമാവധി വാട്സപ്പിൽ ബന്ധപ്പെടുക. ഇനി അതിനെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതുപോലെ സമയത്തനുസരിച്ച് ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മുടെയും നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു തരുമാറട്ടെ. എന്നാൽ ഈ 2 ആയത്ത് ഓതുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്, അതും മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന 2 ആയത്തുകൾ ഏതാണെന്ന് കേൾക്കാം. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ലഭിക്കുന്ന ഒരു അമലായി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയതാണ്. ഇൻഷാ അല്ലാഹ് മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഖുർആൻ വലിയ അത്ഭുതമാണല്ലേ. ഖുർആൻ നമുക്കൊരുപാട് കാര്യങ്ങൾക്കുള്ള അത്താണിയാണ്, പരിഹാരമാണ് അല്ലേ. ഇത് മുത്തുനബി തങ്ങളുടെ ഹദീസിലും കാണാം. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതൊക്കെ എത്രയാണ് ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. പല ആളുകളും വിളിച്ച് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ അവർക്ക് പരിഹാരമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധമായ ഖുർആനുകൾ. ആ ഖുർആൻ അവർ അത് ജീവിതത്തിൽ പതിവാക്കിയിട്ട്, അല്ലെങ്കിൽ ആ സൂറത്തുകൾ ഓതിയിട്ട്, അല്ലെങ്കിൽ ആ ദിക്റുകൾ ചൊല്ലിയിട്ട്, ആ മാർഗങ്ങൾ ചെയ്തിട്ട് അവർക്കതിൻ്റെ ഫലം കിട്ടി എന്നവർ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ എന്തൊരു റാഹത്താണ്, സന്തോഷമാണ്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത്, വോയിസ് അയച്ചത്, അൽഹംദുലില്ലാഹ് അത് കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ വലിയ റാഹത്താണ്. അത് നമ്മുടെ പവർ കൊണ്ടല്ല, മറിച്ച് നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ഖുർആനിൻ്റെ മഹത്വമാണ്, നമ്മൾ ആ പറഞ്ഞു കൊടുത്ത ആയത്തുകളുടെ ഫദ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങൾക്കുള്ള കാരുണ്യം വിശുദ്ധമായ ഖുർആനിലുണ്ട് എന്ന. കാരുണ്യം എന്ന് വെച്ചാൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാം അതിൽപ്പെട്ടു. അവർക്കുള്ള രോഗശമനം അതിൽപ്പെട്ടു. അങ്ങനെ സാമ്പത്തികമായ മേഖലകൾ ഭദ്രമായി കിട്ടാൻ അതൊക്കെ അതിനകത്ത് പെട്ടു. അപ്പോൾ അത്തരത്തിൽ നമുക്കുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വലിയ റഹ്മത്തും അതുപോലെ തന്നെ ഷിഫാവുമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോൾ. ആ ഖുർആൻ നെഞ്ചേറ്റാൻ നമ്മളൊക്കെ തയ്യാറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖുർആനിലെ പവർഫുള്ളായ 2 ആയത്തുകൾ. എന്താ ഈ 2 ആയത്തിൻ്റെ പ്രത്യേകത? ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ കഫത്താഹു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ആരെങ്കിലും ഒരാൾ ഈ 2 ആയത്തുകൾ പതിവാക്കി ജീവിതത്തിൽ പാരായണം ചെയ്തു, രാവിലെയും വൈകുന്നേരവും ഇത് ഓതി, 2 ആയത്ത് ഓതാൻ വലിയ സമയമൊന്നുമില്ല, 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല. പതിവാക്കി ഓതുന്ന ആളുകൾക്ക് ഓതിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കഫത്താഹു, ഈ 2 ആയത്ത് മതി എന്നാണ് അവർക്ക്. ഈ 2 ആയത്ത് മതി, വേറെ ഒന്നും ചൊല്ലിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഈ ആയത്ത് എന്ന് എഴുതിയിട്ട് നിസ്കരിക്കാൻ നോമ്പനുഷ്ഠിക്കുകയോ ഒന്നും ചെയ്യേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞു. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, റബ്ബേ എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ. അതിന് വിവരമില്ലായ്മ എന്നാണ് അതിന് പറയാം. മുമ്പ് ജഹ്ല് മുറക്കബ് എന്ന് പറയും. എന്ത് ചെയ്യുക, വിവരമില്ലായ്മ ഇങ്ങനെ കൂടിക്കിടക്കുക, എന്ത് പറഞ്ഞാലും നെഗറ്റീവായി ചിന്തിക്കുന്ന ചില ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരോട് എടുത്തു പറയട്ടെ, വേറെ ഒന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഫറായിദുകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ, അതായത് ഫർദ് നിസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, അവർക്ക് കൊടുക്കേണ്ട, ഹജ്ജിന് നിർബന്ധമായ ആളാണെങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാൾ, അവർ വേറെ സുന്നത്തൊന്നും ചെയ്തില്ല എന്ന് കരുതാം. എന്നിട്ട് അവർ ഈ ആയത്ത് നിരന്തരം പതിവാക്കുന്ന ഒരാളാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ 2 ആയത്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. അല്ലാതെ ഈ 2 ആയത്ത് ഓതി നടക്കുന്നവർ വേറെ ഒന്നും ചെയ്യേണ്ട, നിസ്കരിക്കേണ്ട, നോമ്പനുഷ്ഠിക്കേണ്ട, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ അവരുടെ കാര്യം നടന്നു പോകും എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. വിവരം ഉള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ, ജഹ്ലുമുറക്കമായ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്തരത്തിൽ ചിലപ്പോൾ കമൻ്റ് അയക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്.
പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാമല്ലോ, സാന്ദർഭികമായ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരാൾ വന്നിട്ട്, ഒരു അറാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇതൊക്കെ ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കൂട്ടത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് അള്ളാഹുവിൽ, അതുപോലെ ഷഹാദത്ത് കലിമ, അത് സാക്ഷ്യം വഹിക്കലാണ്, അതുപോലെ നിസ്കാരം നിലനിർത്തുക, 5 വഖത്ത് നിസ്കാരങ്ങൾ, ഫറായിലുകൾ, അതുപോലെ നോമ്പനുഷ്ഠിക്കുക, റമദാൻ മാസത്തിലെ ഹജ്ജ് നിർബന്ധമാണെങ്കിൽ അത് ചെയ്യുക, ഇത് കൃത്യമായി സക്കാത്ത് കൊടുത്ത വീടേണ്ടവനാണെങ്കിൽ അത് ചെയ്യുക, ഇത് പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്, വല്ലാഹി, അള്ളാഹുവിൽ സത്യം, എന്ത് ചെയ്യില്ല, ഇതിനേക്കാൾ ഞാൻ കൂട്ടുകയില്ല കുറയ്ക്കുകയില്ല, ഇതിനേക്കാൾ കൂട്ടുകയോ കുറയ്ക്കുക, അല്ലാതെ ഈ ഫർദ് കൃത്യമായി ഞാൻ ചെയ്യും, ഇതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യത്തില്ല, ഇത് കുറച്ച് കളയത്തുമില്ല, അത് കൃത്യമായും ചെയ്യും. ഇയാൾ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞാൽ, ചങ്ങായി എന്ത് മനുഷ്യനാണ് എന്നല്ല ചോദിച്ചത്. നബി തങ്ങൾ എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗ്ഗവാസിയെ കാണാൻ ആഗ്രഹമുണ്ടോ, സ്വർഗത്തിൻ്റെ അഹലുകാരനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പോയ ആൾ സ്വർഗത്തിൻ്റെ അഖിലുകാരനാണ്. കാരണം എന്തേ, അയാളോട് ചെയ്യാൻ പറഞ്ഞത് കൃത്യമായി ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കുറവ് വരുത്തുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അതിൻ്റെ പുറമെയാണ് എന്ത് ചെയ്യുന്നത്, സുന്നത്തായ കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത്. അത് ഒരാൾ ചെയ്താൽ അയാൾക്ക് ഫലം കൂടുതലാണ് കിട്ടുക, അയാൾക്ക് നേട്ടം കൂടുതലാണ് കിട്ടുക കേട്ടോ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ 2 ആയത്ത് ഓതി, എന്താണ് ഈ 2 ആയത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസാണ്. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹി, നസായി ഇമാമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവിടെ പറയുന്നത്, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ, നബിതങ്ങൾ ഇരിക്കുകയായിരുന്നു. വഇൻദഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട്, നബിതങ്ങളുടെ അരികിലുണ്ട്. നബിതങ്ങളാണത് പറഞ്ഞു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ അരികിലുണ്ട് എന്ന് ചിലപ്പോൾ സ്വഹാബത്തിന് കാണാൻ പറ്റുന്ന കോലത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വരാറുണ്ട്, അല്ലേ. ദിഹയത്തുൽ കൽബ് റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിൽ വരാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുമല്ലോ. മനുഷ്യൻ്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിരുന്നു എന്ന്. മലക്കുകളെ കാണാൻ മഹാന്മാരുടെ കണ്ണിന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി തങ്ങളുടെ അരികിലുണ്ട് എന്ന്. ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്, എന്തോ ഒന്ന് തുറക്കുന്ന ശബ്ദം. ഫറഫഅ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബസറഹു ഇല സമായി. അപ്പോൾ മഹാന ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ആകാശത്തിലേക്ക് അവിടുത്തെ കണ്ണുകൾ ഉയർത്തി നോക്കി, തല ഇങ്ങനെ ഉയർത്തി നോക്കി. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറയുകയാണെന്ത്, ഹാദാ ബാബുൻ ഖദ് ഫുത്തിഹ അനി സമാ ലം യുഫ്തഹ് ഖത്തുൻ, ഇന്നേ വരെ തുറക്കാത്തൊരു കവാടം തോണ്ട് ആകാശത്തിൽ തുറന്നിരിക്കുന്നു എന്ന്. അതായത് ആ കവാടം പടച്ചിട്ട് ഇന്നേ വരെ അത് തുറന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ അത് കണ്ട അത് തുറന്നിരിക്കുന്നു എന്ന് മഹാന ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ലം യുഫ്തഹ് ഖത്തുൻ, ഇന്നേ വരെ തുറക്കപ്പെട്ടിട്ടില്ല എന്ന്. ഇന്നേ വരെ മുമ്പ് അടച്ചിട്ട് ഇപ്പോൾ തുറന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ, ഇതുവരെ തുറക്കാത്ത ഫസ്റ്റായിട്ട് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ തുറന്നു ആ കവാടം. ഫഖാല, എന്ന് പറയാം, നസല മിൻഹു മലക്കുൻ, മഹാന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അതിൽ നിന്നൊരു മലക്ക് ഇറങ്ങി വന്നു. ആ കവാടം തുറന്നിട്ട് ആ വാതിലിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അരികിലേക്ക് വന്നിട്ട് പറയണത്, അബ്ശിർ ബിർ നൂറൈനി ഖദ് ഊതീതുഹുമാ വലം യുഅ്തഹുമാ നബിയ്യുൻ ഖബ്ലക്. നബിയെ, തങ്ങൾ എന്ത് ചെയ്യുക, തങ്ങളുടെ സമൂഹത്തിനും തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ മുഅ്മിനീങ്ങൾക്ക്, ഇനി വരാനുള്ള മുഅ്മിനീങ്ങൾക്ക്, സാധുക്കളായ നമുക്കൊക്കെ ഒന്ന് സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ. ബിനൂറൈൻ, 2 പ്രകാശങ്ങളെ കൊണ്ട്, 2 പ്രകാശങ്ങൾ, 2 നൂറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ആ സമൂഹത്തിന് നൽകിയിരിക്കുന്നു എന്ന് ഒന്ന് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കണം നബിയെ. തങ്ങളുടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക, 2 നൂറ്. എന്നാൽ വലം യുഅ്തഹുമാ നബിയ്യുൻ ഖബ്ലക്, തങ്ങൾക്ക് മുമ്പുള്ള ഒരൊറ്റ പ്രവാചകനും അത് കൊടുത്തിട്ടുമില്ല നബിയെ. ആദ്യമായിട്ടാണല്ലോ ഇപ്പോൾ കവാടം തുറന്നു വന്ന് ഈ മലക്ക് ഇറങ്ങി വന്നത്, അത് പറയാനായിട്ട് വന്നതാണ് ആദ്യമായിട്ട്. എന്നിട്ട് പറയണത്, തങ്ങൾക്ക് മുമ്പ് വന്ന ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള ഒരൊറ്റ പ്രവാചകന്മാർക്കും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു 2 നൂറുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല, തങ്ങൾക്കാണ് തന്നത്. ഏതൊക്കെയാണ് ആ 100? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് ഫാത്തിഹയാണ്. ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം നമ്മൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. രണ്ടാമത് വഖവാത്തിമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് നമുക്കൊക്കെ അറിയാം, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, അല്ലേ. ആ ആയത്തുകൾ, 2 ആയത്തുകൾ അവസാനം വരെ എന്ത് ചെയ്യുക, അലൽ ഖൗമിൽ കാഫിരീൻ വരെ തീരുന്ന ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകളും സൂറത്തുൽ ഫാത്തിഹയുമാണ് ആ 2 നൂറുകൾ. ഒന്ന് ഫാത്തിഹ, 2 ഈ ആയത്തുകൾ. ലയഖ്റ അഹദുൻ ഹർഫൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു കദ, ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്തുകൾ ഇതുപോലെ പാരായണം ചെയ്ത് അതിൽ ഓരോ ഹർഫുകൾക്കും ഇതുപോലെയുള്ള പ്രകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 100 പോലത്തെ അവരുടെ ജീവിതത്തിനും വലിയ 100 അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് ആ മലക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്ന് ആര് പറയാ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക്
അത്തരത്തിലുള്ള മഹത്തായ 2 ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് പതിവാക്കുകയാണ്. ഈ ആയത്തിനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയോ? ഖത്തുമു സൂറത്തിൽ ബഖറത്തി ബി ആയത്തൈനി ഉഅതീതുഹും മിനൽ കൻസി തഹ്തൽ അർശി. അർശിൻ്റെ ചോടിൽ നിന്നും അർശിൻ്റെ താഴ്ഭാഗത്തിലുള്ള നിധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുഅ്മിനീങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലൂടെ നൽകപ്പെട്ട വലിയ നിധിയാണ് ഖത്തുമു സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തൈനി 2 ആയത്തുകൾ. ഫതഅല്ലമൂഹുമാ വഅല്ലിമൂഹുമാ നിസാഅക്കും ഫഇന്നഹാ സ്വലാത്തുൻ ഖുർബാനുൻ വദുആഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് അറിയിച്ചു കൊടുക്കണം. എന്ത്? അത് തങ്ങൾ പഠിക്കണം, തങ്ങളുടെ കുടുംബത്തിന് പകർന്നു കൊടുക്കണം. കാരണം അതിൽ സ്വലാത്ത് ചർച്ച ചെയ്യുന്നുണ്ട്, ഖുർആനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ദുആകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അയ്യതഖറബു ഇലല്ലാഹി തആല ബിമാ ഫീഹിമാ മിനൽ അദ്കാരി വത്തദർറുഇ വൽഇസ്തിദ്ഹാരി കദാ. നോക്ക്, ഈ പറഞ്ഞ ആയത്ത് പതിവാക്കി കഴിഞ്ഞാൽ അതിൽ റബ്ബിനെ പുകഴ്ത്തലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റുകളുണ്ട്, ദുആയുണ്ട്, റബ്ബിനോട് നമ്മളുടെ വിനയത്തോടു കൂടി റബ്ബിനോട് ചോദിക്കുന്ന തവാദുഇന്റെ വചനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ സംഗതികൾ ഈ ഈ 2 ആയത്തുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത് എന്ന്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എത്ര പ്രയാസപ്പെടുന്ന ആളാണെങ്കിലും ഈ 2 ആയത്തുകൾ അയാളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ആ 2 ആയത്തുകൾ മതിയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണമറ്റ നേട്ടങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ. മുത്തുനബി തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ പോയപ്പോൾ അവിടുന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തിയിട്ട് പോരുന്ന സമയത്തൊക്കെ ഈ ആയത്തിൻ്റെ ശകലങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പാരായണം ചെയ്തതായിട്ടൊക്കെ ഹദീസുകളിൽ കാണാം. ഇത്തരത്തിൽ ഒരുപാട് നേട്ടമുള്ള, നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആയത്താണ്. ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവും എല്ലാ സുബഹിയുടെയും മഗ്രിബിൻ്റെയും ശേഷം ഒരൊറ്റ തവണയെങ്കിലും ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി ഒരു തവണയെങ്കിലും ഓതാൻ നോക്കുക ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. ഇനി പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി വാട്സപ്പിൽ ബന്ധപ്പെടുക. ഇനി അതിനെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതുപോലെ സമയത്തനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മുടെയും നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു തരുമാറാട്ടെ. നമ്മൾ ചെയ്തു തരുന്ന അമാലുകൾക്കൊക്കെ അള്ളാഹു വലിയ ഫലം മൻഫഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.